ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈൻസിൻ്റെ തന്നെ ബാക്കിയാണ് പഠിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു സോള് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നീളത്തിലുള്ള സോളാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലത്തെ 4 വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലായിട്ട് ഒരു വേവ് ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. സോൾ വരയ്ക്കാത്ത സ്ഥലത്ത് നല്ല നീളത്തിലുള്ള വൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സോളിൻ്റെ മുകളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് വേവ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കുഴിയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ 3 വൈൻസാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 5 or 6 എത്ര വൈൻസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ ലീഫ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡുകളിലായിട്ട് ചെറിയ ലൈൻസ് ഇട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ വരച്ചതുപോലത്തെ ഒരു സോളാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു സോൾ വരച്ചിട്ട് അതിനെ കണ്ടില്ലേ, നമ്മൾ ഗോൾഡ് റോസ് പഠിച്ചില്ലേ, അതുപോലെ വരച്ചെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ആ സോളിൻ്റെ താഴെ നിന്ന് ഇതുപോലെ നീളത്തിൽ വൈൻസ് വരച്ച് കൊടുക്കുക. മുകളിലായിട്ടും അതുപോലെ വൈൻസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ സോളിലേക്ക് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നാലാമതായിട്ട് ഒരു തിൻ ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് വലിയ ലീഫിൻ്റെ ബേസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ ലീഫിൻ്റെ ബേസ് വരച്ച് കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് വരച്ച് പോകുക കേട്ടോ. ആദ്യം വലുത്, പിന്നെ ചെറുത്, പിന്നെ അങ്ങനെയാണ്. മുകളിൽ 3 ചെറിയ ലീഫ് ബേസാണ് കൊടുക്കുന്നത്. ഇനി അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ ഇടകളിലായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ആദ്യമായി തട്ടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ചെറിയ ഇതുപോലത്തെ ലൈൻസ് വരച്ചിട്ട് അതിലെല്ലാം ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് താഴെയായി 2 ലൈൻ വരച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അഞ്ചാമതായിട്ട് വേവ് ലൈനാണ് വരയ്ക്കുന്നത്. നമ്മൾ നേരത്തെ വരച്ചതുപോലെ ആ ഒരു കുഴിയിലൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ 5 ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. നടുവിലൊരു ഡോട്ട്സ്, അങ്ങനെ 6 ഡോട്ട്സ് ഇട്ടോ. എന്നിട്ട് ഇതുപോലെ വൈൻസ് വരച്ച് കൊടുക്കുക. ആറാമതായിട്ട് നമ്മൾ ഇന്നലെ പഠിച്ച വേവ് വൈനാണ് വരച്ചെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു കുഴിയിലല്ലാത്ത ഭാഗത്ത് എന്ത് ചെയ്യുക, ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഏഴാമതായിട്ട് ഒരു തിൻ ലൈനാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ല നീളത്തിൽ തന്നെ 2 വൈൻസ് വരച്ചെടുക്കുന്നുണ്ട്, 2 ലൈൻസും വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോവാട്ടോ. 2 വൈൻസ് വരച്ച് കൊടുക്കുക, 2 ലൈൻസ് വരച്ച് കൊടുക്കുക. ഇനി ആ ഒരു ലൈൻസിലൊക്കെ ചെറിയ ഡോട്ട്സുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി എട്ടാമതായിട്ടും 2 തിൻ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ടിയർ ഡ്രോപ്സിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ട് ഒന്നിടവിട്ട് ലൈൻസും വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ലൈൻസിലെല്ലാം ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 9ാമതായിട്ടും ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ടിയർ ഡ്രോപ്സിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നിടവിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ നടുവിലായിട്ട് വൈൻസും കൊടുക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി 10ാമതായിട്ട് നമ്മൾ നേരത്തെ വരച്ചതുപോലത്തെ ഒരു സോള് ആദ്യം വരച്ചെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വേവ് വൈൻ വരച്ച് കൊടുക്കുക. സൈഡുകളിലായിട്ട് ചെറിയ വൈൻസും പിന്നെ ലൈൻസ് വെച്ചിട്ടുള്ള ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു സോളിനെ ഒന്ന് ഡാർക്കൻ ചെയ്തും കൂടെ എടുക്കാം. 11ാമതായിട്ട് വാലില്ലാത്തൊരു സോൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വൈൻസ് വരച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് 2 ലൈൻസ് വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരച്ച് പോവാം കേട്ടോ. മുകളിലായിട്ട് 3 വൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
12ാമതായിട്ട് വേവ് ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലാണ് നമ്മൾ ടിയർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് 3 വരകൾ വരച്ച് കൊടുക്കുക. 2 ടിയർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്താൽ 2 വരകൾ വരച്ച് കൊടുക്കുക കേട്ടോ. 2-3 വരകൾ വരച്ച് കൊടുക്കുക. ഇനി ആ ഒരു ടിയർ ഡ്രോപ്സിൻ്റെ ആ ഒരു ഭാഗത്തെ നല്ല രീതിയിൽ ഡാർക്കൈൻ ചെയ്തെടുക്കുക. ആ ഒരു ലൈൻസിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. താഴെ അതുപോലെ 2 ലൈൻസൊക്കെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 13ാമതായിട്ട് ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു സോള വരച്ചിട്ട് പിന്നെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ ഫ്രിൽസിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ടെയിലുള്ള സോള ഇട്ടിട്ട് സൈഡുകളിലായിട്ട് ഇങ്ങനെ വൈൻസ് വരച്ചെടുക്കുക. താഴെ മുകളിലും വൈൻസ് വരച്ചെടുക്കുക. 14ാമതായിട്ട് ഒരു 2 ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെർട്ടിക്കലായിട്ടുള്ള 2 ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ടും ഹംസ് വരച്ച് കൊടുക്കുന്നുണ്ട്. മുകളിലോട്ട് പോകുന്തോറും ഹംസിൻ്റെ വീതിയും കുറഞ്ഞ് വരണം കേട്ടോ. പിന്നെ ചെറിയ വൈൻസ് പിന്നെ വലിയ വൈൻസ് അങ്ങനെ ഉള്ള രീതിയിൽ സൈഡുകളിലായിട്ട് വൈൻസ് വരച്ച് കൊടുക്കുക. ഇനി 15ാമതായിട്ട് വേവ് ലൈനാണ് വരച്ചെടുക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ വരച്ച പോലത്തെ ലൈൻസ് വരച്ചെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് സോള് വരച്ചെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വളച്ച് വരുന്ന രീതിയിൽ വൈൻസ് വരച്ചെടുക്കുക കേട്ടോ. ഇനി തണ്ടുകളിലായിട്ടൊക്കെ വൈൻസ് വരച്ച് കൊടുക്കുക. ഇനി 16ാമതായിട്ട് ഇതുപോലെ സുവോള് പോലെയല്ല, കുറച്ച് ഇതുപോലെ വിട്ടിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് ആ തുമ്പറ്റത്ത് ഇതുപോലെ നമ്മൾ ചെറിയ ടിയർ ഡ്രോപ്സ് കൊണ്ട് 5 ഫ്ലവേഴ്സ് പോലെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു വളഞ്ഞു വരുന്ന ആ ഭാഗത്തൊക്കെ ഇതുപോലെ വൈൻസ് വരച്ച് കൊടുക്കുക. ഇനി മുകളിലോട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇൻവേഴ്സ് വൈൻ പഠിച്ചു വരുന്നല്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു വൈനാണ് വരച്ചെടുക്കുന്നത്. ഇതിനെ ഇൻവേഴ്സ് ബോൾഡ് മെഹന്തി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. ആദ്യം ഒരു സോള് വരച്ചിട്ട് 3 പെറ്റയിലുള്ള റോസ് ഫ്ലവർ പോലെ വരച്ചെടുത്തിട്ടുണ്ട്. വെളിയിലും പുറമേട്ടും 3 പെറ്റൽസാണ് വരച്ചെടുക്കുന്നത്. മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സോള് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡുകളിലായിട്ട് ഇതുപോലത്തെ ലീഫ് വരച്ചെടുക്കുക. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ വരച്ചതുപോലത്തെ റോസ് വരച്ചെടുക്കുക. ആ റോസിൻ്റെ സൈഡുകളിലായിട്ടൊക്കെ കുറച്ച് ലീവ്സ് വരച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ മുകളിലും ചെയ്യുക. ആ ഒരു സോളിൻ്റെ മുകളിലും ചെയ്യുക. ഇടയ്ക്കൊക്കെ റൗണ്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു ഭാഗങ്ങളെല്ലാം ഡാർക്കൻ ചെയ്ത് ഇവിടെ വരുന്ന ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തും കൂടെ എടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ 2ാമതായിട്ട് നമ്മൾ ഈ ഒരു സോള് മാത്രം വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ സോള് വരച്ചെടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ലീഫുകൾ വരച്ച് കൊടുക്കുക. ചെറിയ ചെറിയ റൗണ്ട്സ് അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കണ്ടില്ലേ ബോൾഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ഒരു സോളിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്തും കൂടെ എടുക്കണം. ആ ഒരു ഭാഗത്തൊക്കെ വിട വരുന്നുണ്ടല്ലേ, അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തും കൂടെ എടുക്കണം. ഇനി 3ാമതായിട്ട് നമ്മൾ ഒരു താമര വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ ഏത് ഫ്ലവർ വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് താമര ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഒരു സോൾ അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വലത്ത് സൈഡിൽ നിൽക്കുന്ന രീതിയിൽ ഒരു താമര വരച്ചെടുത്തിട്ടുണ്ട്. ഇടത്ത് സൈഡിൽ ഒരു സോള വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തു പോവുക കേട്ടോ. സോള് പിന്നെ താമര അങ്ങനെ ചെയ്തു പോവുക വലത്തും ഇടത്തൊക്കെ ആയിട്ട്. പിന്നെ ആ ഒരു താമരയുടെ നടുവിലായിട്ട്
ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ആ സോളിലും ആ ഒരു താമരയുടെ തണ്ടിലും ഒക്കെ ആയിട്ട് നമ്മൾ ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ റൗണ്ട്സുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ആ ഒരു ഭാഗങ്ങളെല്ലാം ഒന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കുക. വിടവ് വരുന്ന ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് അവിടെയൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, മെഹന്തി ഫില്ല് ചെയ്തെടുക്കണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.